ഇന്ന് നമ്മുടെ പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റിയിൽ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. MYOPൻ്റെ 52ാമത്തെ ഔട്ട്ലെറ്റ് നമ്മുടെ പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റിൻ്റെ ഉള്ളിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഓൾറെഡി ഇവരുടെ സോഫ്റ്റ് ലോഞ്ച് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഒഫീഷ്യലി ഔട്ട്ലെറ്റ് ഇനോഗ്രേഷൻ ആയിരുന്നു. ഇത് ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പെരിന്തൽമണ്ണക്കാരുടെ സ്വന്തം ബാസിംസ് പ്ലേറ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ഡിഫറെൻറ്റ് ഫ്രേഗ്രൻസിൽ വരുന്ന പെർഫ്യൂംസ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. മാത്രമല്ല നമുക്ക് നമ്മുടെ സ്വന്തം പേരോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജോ ടെക്സ്റ്റോ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്കത് MYOPയിൽ അവൈലബിൾ ആണ് കേട്ടോ. അതും ഈ ഒരു ബോട്ടിൽ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം നിങ്ങൾക്ക് 20% ഓഫറും കൂടെ കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ ഗൈസ് ഷൂട്ടും കാര്യങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാതെയാണ് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മുടെ പെരിന്തൽമണ്ണ ഫുഡ് അങ്ങാടിയിലുള്ള ചില്ലീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആവേശപ്പുറത്ത് എന്തൊക്കെയോ കയറി അങ്ങ് ഓർഡർ ചെയ്തു. ചില്ലീസിൽ വന്ന അതിൻ്റെ ഫസ്റ്റ് ഐറ്റം ഇതാണ് കേട്ടോ, ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഈ ചില്ലീസിൽ നിന്ന് ഹോട്ട് ആൻഡ് സോർ കുടിച്ച ഒരു ടേസ്റ്റ് വേറെ എവിടെ നിന്ന് കുടിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കൂടെ ഉള്ളത് ഷാനിബയാണ്. അവൾ ബീഫ് ബിരിയാണി പറഞ്ഞു, ഞാനൊരു നൂൽപ്പുറാട്ടിയും ചെമ്മീ റോസ്റ്റുമാണ് പറഞ്ഞത്. പിന്നെ മെനു ഇങ്ങനെ നോക്കിയപ്പോൾ ഫിഷ് അൽഫാം കണ്ടു കേട്ടോ. അപ്പോൾ ഇതുവരെ ഫിഷ് അൽഫാം ട്രൈ ആക്കിയിട്ടില്ല. അപ്പോൾ ഒരു പൂതിക്ക് വേണ്ടിയിട്ട് ഒരു ഫിഷ് അൽഫാമും കൂടെ പറഞ്ഞു. എങ്ങനെയോ എന്തോ ഇതുവരെ അങ്ങനെ നമ്മൾ ഫിഷ് അൽഫാം അങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഫിഷൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അതിനാണ് അവർ റേറ്റ് ഇടുന്നത്. ആ കാര്യം എനിക്ക് പിന്നെ മനസ്സിലായത് കേട്ടോ. ഒന്നും കൂടി പറയാം, എന്താ കിട്ടാതെ ഞങ്ങൾ വിചാരിക്കുക പോലും ചെയ്യാത്ത റേറ്റാണ് ആ ഫിഷ് അൽഫാമിന് വന്നത് കേട്ടോ. അവസാനം ഇങ്കുവിന് കുറച്ച് ഫുഡും വാങ്ങി ഞങ്ങളെ നേരെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി ഗൈസ്. ഇങ്കുവിനുള്ള ഫുഡ് വീട്ടിലേക്ക് ഇങ്കുവിന് കൊണ്ടുപോയി കൊടുത്ത് പിന്നെ അവിടുന്ന് ഷാനിബാനെ വീട്ടിൽ കൊണ്ടാക്കണം. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ നേരെ വീട്ടിൽ പോയി. പോകുന്ന വഴിക്ക് ഷാനിബാനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചിട്ടോ. ഞാൻ ഫുഡ് കഴിച്ച് ആകെ ക്ഷീണിതായിരുന്നു. പിന്നെ അങ്ങനെ വീട്ടിലെത്തി ഐഷുമാക്ക് ചോക്കോബാർ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ.